വന്ദേ ഭാരത് ഉണ്ട്. നമുക്ക് 500 വന്ദേ ഭാരത് വേണം. നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2026 വരാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കതുപോലെ 15 വേണം. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിയനിൽ പൽക്കി ശർമ്മ നടത്തിയ വൈറൽ പ്രസംഗം എല്ലാവരും കണ്ടല്ലോ. അത് പക്ഷേ ഒരു വർഷം മുമ്പ് നടത്തിയ പ്രോഗ്രാമാണ്. ഇപ്പോഴാണ് എന്തായാലും വൈറലായത്. പൽക്കി ശർമ്മയ്ക്കെതിരായി വാദമുന്നയിച്ച ഒരാളാണ് ദേശഭക്ത് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ നടത്തുന്ന യൂട്യൂബറായ ആശിഷ് ബാനർജി. പൽക്കി ശർമ്മ സംസാരിച്ച അതേ സഭയിൽ ആശിഷ് ബാനർജിയുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതായിരുന്നു: എന്തിനാണ് നിങ്ങളെല്ലാവരും ഇന്ത്യയുടെ പുരോഗതിയുടെ കാര്യം പറയുമ്പോൾ മോദിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഞാനതിനെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്നത് മോദിയല്ല. ആകെയുള്ള GDPയുടെ കാര്യത്തിൽ ഭാരതം ഇംഗ്ലണ്ടിനെ മറികടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും അത് ആഘോഷിക്കപ്പെടുകയും വേണം. പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം, പ്രതിശീർഷ വരുമാനം നോക്കിയാൽ ഇംഗ്ലണ്ടിൻ്റേത് $45,000 ഇന്ത്യയുടേത് വെറും $2,300 വെച്ചിട്ട് ബംഗ്ലാദേശിനോടാണ് മത്സരിക്കുന്നത്. ഞാൻ പറയുന്നത് ഹെഡ്ലൈൻ്റെ പിന്നാലെ പോയി ഇങ്ങനെ ആഘോഷിക്കാതെ 2014 മുമ്പും പിൻപും എന്ന് പറഞ്ഞ് ഡേറ്റകൾ പറയാതെ ഇന്ത്യ ശരിയായ വളർച്ച എന്ന് നേടുമെന്നാണ് നിങ്ങൾ പറയേണ്ടത്. നമ്മളെ അടിമകളാക്കി ഭരിച്ചിരുന്ന രാജ്യത്ത് ചെന്ന് നിന്ന് സ്വന്തം രാജ്യത്തെയാണ് ഇവനെപ്പോലുള്ള യൂട്യൂബർമാർ ഇകഴ്ത്തുന്നത് എന്നത് ആദ്യം നമ്മൾ ഓർക്കണം. ആശിഷ് ബാനർജിയുടെ ഈ വാദങ്ങൾക്ക് അണ്ണാമലൈ മദ്രാസ് IITയിൽ കുട്ടികളോട് നടത്തിയ സംവാദത്തിൽ കൃത്യമായ മറുപടിയുണ്ട്. അതാണ് ഇന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. നരേന്ദ്രമോദിയുടെ പ്രഥമ ലക്ഷ്യം തന്നെ ഭാരതത്തിൻ്റെ പ്രതിശീർഷ വരുമാനം $10,000 എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. നിലവിൽ നമ്മുടെ പ്രതിശീർഷ വരുമാനം $5,000 താഴെ മാത്രമാണ്. ഞാൻ നിങ്ങളോട് ചില സ്റ്റാറ്റിസ്റ്റിക്സുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. എത്രയാണ് ഇപ്പോൾ ഇന്ത്യയുടെ GDP അറിയുമോ? നിലവിൽ $3.8 ട്രില്യൺ ആണ് ഇന്ത്യയുടെ GDP. ചൈനയുടെ GDP നോക്കിയാൽ $17.9 ട്രില്യൺ ആണ് അവരുടെ എക്കണോമി എന്ന് അവർ പറയുന്നത് വിശ്വസിക്കാൻ മാത്രമേ തൽക്കാലം വഴിയുള്ളൂ. അവർ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ യാതൊരു മാർഗവുമില്ല. അതാണല്ലോ ചൈന. അമേരിക്കയാണ് ലോകത്തിൽ 1-ാം സ്ഥാനത്ത്. ഏതാണ്ട് $37.9 ട്രില്യൺ ആണ് ഇന്നത്തെ കണക്ക് നോക്കിയാൽ അവരുടെ ആകെ GDP. ഏകദേശം പറഞ്ഞാൽ ഭാരതം 4 ട്രില്യൺ അടുത്ത്, ചൈനയാണെങ്കിൽ 17, അമേരിക്ക 37. നരേന്ദ്രമോദി പറയുന്നത് ഈ രാജ്യം 2047 വികസിത ഭാരതം ആക്കണമെന്നുള്ളതാണ്. ഈ IITയിലുള്ള നിങ്ങളുടെയും ഉത്തരവാദിത്തം അതുതന്നെയാണ്. എങ്ങനെ 2047 ഭാരതത്തിന് 1-ാം സ്ഥാനത്തെത്താൻ കഴിയും? അത് എങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് ഞാനൊരു ചെറിയ കണക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചിന്തിക്കുക: ഭാരതം ഇന്നു മുതൽ തുടർച്ചയായി 25 വർഷവും എല്ലാ വർഷവും ആഭ്യന്തര വളർച്ച 13.5% വീതം വളരുകയാണെങ്കിൽ, മനസ്സിലാക്കണം, ഇന്ന് ലോകത്ത് ഒരു രാജ്യവും 2 വർഷത്തിൽ കൂടുതൽ ഇത്രയും വളർച്ച കാണിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാങ്കല്പികമായ കണക്കുകൾ മാത്രമാണ്. അതായത് നമ്മുടെ ഭാരതം ഇന്നു മുതൽ 25 വർഷം തുടർച്ചയായി എല്ലാ വർഷവും 13.5% ആഭ്യന്തര വളർച്ച കാണിച്ചാൽ, അങ്ങനെ മുമ്പോട്ട് പോയാൽ എല്ലാ വർഷവും 13.5% വീതം വളർന്നാൽ, അമേരിക്ക അതേസമയം തന്നെ 25 വർഷവും വെറും 4% മാത്രമേ അവരുടെ ആഭ്യന്തര വളർച്ച ഉണ്ടാകുന്നുള്ളൂ എങ്കിൽ 25 വർഷങ്ങൾക്കപ്പുറം 2047 ഭാരതവും അമേരിക്കയും ഈക്വലായി മാറും. ഹലോ ബോസ്, ഞാൻ നിങ്ങളടുത്തെത്തി എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ വർഷവും ഭാരതം 13.5% വളരുകയും ചൈന ഇതേ 4% മാത്രമേ എല്ലാ വർഷവും അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ളൂ എങ്കിൽ 18 വർഷങ്ങൾക്കപ്പുറം ഭാരതവും ചൈനയും ഈക്വലായി മാറും. ഇനിയാണ് ഇതിലെ വെല്ലുവിളി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഭാരതത്തിന് ആഭ്യന്തര വളർച്ച 13.5% എത്തിക്കാൻ കഴിയുമോ? എങ്ങനെ കഴിയും? അതായത് വെറും $3.8 ട്രില്യൺ എന്നാണ് നമുക്ക് 2047 $37 ട്രില്യൺ എത്തേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അത്ര ഈസിയായ കാര്യമല്ല. നിലവിലെ ഭാരതം പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പോയാൽ ഒരിക്കലും വർഷം 13.5% വളർച്ച ഭാരതത്തിന് നേടാൻ കഴിയില്ല. ഇപ്പോൾ പോകുന്നത് ഏതാണ്ട് 7-7.5%. നരേന്ദ്രമോദിയെ പോലെ പ്രധാനമന്ത്രി ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ അത് അടുത്ത ടൈമിൽ 8-8.5% വളർത്താൻ കഴിയും. നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ രാജ്യപുരോഗതിക്ക് വേണ്ടി മാത്രം ചിന്തിച്ച് രാഷ്ട്രീയം മാറ്റിവെച്ച് വികസന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്ത് മുമ്പോട്ട് പോയാൽ, അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യക്ക് 9.5% ആഭ്യന്തര വളർച്ച നേടാൻ കഴിഞ്ഞേക്കാം. നിങ്ങളെപ്പോലെ IITയിൽ നിന്നും പഠിച്ചിറങ്ങുന്ന കുട്ടികൾ എല്ലാവരും വിദേശത്ത് പോകാതെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ സംരംഭങ്ങൾ തുടങ്ങി നിങ്ങളുടെ ശക്തിയും ബുദ്ധിയും മുഴുവൻ ഭാരതത്തിന് വേണ്ടി തുടർച്ചയായി 25 വർഷം ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഭാരതം 11% വളർന്നേക്കാം. നമ്മുടെ അതിർത്തിയിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ
ഒരു 11.5% വളർച്ച. അതായത് 13.5% വളർച്ച എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാൻ കഴിയാത്തത്ര ഉയരത്തിലുള്ള ഒരു ടാർഗറ്റാണ്. AI കാലത്ത്, ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാലത്ത്, ഈ ആധുനിക ലോകത്ത് പരസ്പരം രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഈ കാലത്ത് അമേരിക്കയിൽ തന്നെ നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടാക്കണം എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരവരുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ അവർക്കത് ചെയ്തേ മതിയാകൂ. അമേരിക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇലോൺ മസ്കിൻ്റെയൊക്കെ സഹായത്തോടുകൂടി അവിടെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ, യൂറോപ്പിനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ, ഇപ്പോൾ അവരെല്ലാം ആശ്രയിക്കുന്നത് ചൈനയും ഇന്ത്യയുമാണ്. കാരണം ചിലവ് കുറവായതുകൊണ്ട്. പക്ഷേ അങ്ങനെ ചിലവ് കുറയ്ക്കൽ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് പ്രധാനം. നാളെ അങ്ങനെ ഒരു ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ആ ഒരു ലോകത്തേക്കാണ് ഭാരതത്തിന് മത്സരിച്ച് മുമ്പോട്ട് പോകേണ്ടത്. 1950-കൾ മുതൽ തന്നെ അമേരിക്ക എപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ അവരുടെ താവളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളും കൊറിയയും ജപ്പാനും ഇന്ത്യയും എല്ലാവരും അമേരിക്ക പറയുന്നത് കേൾക്കണമെന്നാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെയാണ് അവർ ലോക പോലീസായി മാറിയത്. പക്ഷേ ഇന്ന് മോദിയുടെ കാലത്ത് ഇന്ത്യക്ക് അമേരിക്ക കേൾക്കേണ്ട ആവശ്യമില്ല. അവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ല. ആ രീതിയിൽ ഭാരതം മോദി വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ജയശങ്കർ പറയുന്നത് അമേരിക്ക കേൾക്കുന്ന തരത്തിലേക്കാണ് മോദി രാജ്യത്തെ മാറ്റിയിരിക്കുന്നത്. അമേരിക്കയിൽ പോയി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർജി പറയുന്ന ഭാഷ നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല. അമേരിക്കയോട് നമ്മുടെ ഒരു വിദേശകാര്യമന്ത്രി ഈ രീതിയിൽ ആജ്ഞാശക്തിയിൽ സംസാരിക്കാൻ കഴിയുമെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം വെച്ചിട്ട് ഈ നാടിന് ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല. അതിനുദാഹരണമാണ് ഇന്ന് ലോകം തന്നെ നിയന്ത്രിക്കാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. നമ്മുടെ നാട്ടിലെ എത്ര പൊളിറ്റീഷ്യന്മാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി അറിയാം? പാർലമെൻറ്റിരിക്കുന്ന 543 MP-മാരിൽ എത്ര MP-മാർക്ക് AI എന്താണെന്നെങ്കിലും അറിയാം? അവർക്കാകെ അറിയാവുന്നത് ഇത്രയും കാലങ്ങളായി തുടർന്നു പോകുന്ന പരമ്പരാഗത രാഷ്ട്രീയം മാത്രമാണ്. അവർക്കറിയാം ഏത് സംസ്ഥാനത്ത്, ഏത് മണ്ഡലത്തിൽ, ഏത് ജാതിയിൽപ്പെട്ട ആളെ നിർത്തിയാൽ വിജയിക്കാം, ഏത് ജാതിയെ തമ്മിലടിപ്പിക്കാം, ഏത് മതത്തിൽപ്പെട്ട ആൾക്ക് ഏത് സംസ്ഥാനത്ത് മുൻതൂക്കമുണ്ട്, ഇതൊക്കെ അവർക്കറിയാം. ഈ രീതിയിലുള്ള പരമ്പരാഗത പൊളിറ്റിക്സാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മാറണമെന്നാണ് ഞാൻ പറയുന്നത്. അത് മാറിയാൽ മാത്രമേ ഭാരതത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അതിനെന്ത് വേണം? അതിന് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, നിങ്ങളെപ്പോലെ ഇന്നത്തെ കാലത്തെ അറിയുന്ന ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ 543 MP-മാർ അവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിട്ട് കാര്യമില്ല. ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ പ്രതിനിധികൾ ലോക്സഭയിൽ ഉണ്ടായിരിക്കണം. അതിന് നിങ്ങളെപ്പോലെ കഴിവുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് വരണം. അതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നരേന്ദ്രമോദിയുടെ പ്രാധാന്യം. കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ജാതി, മത, വർഗ, വർണ്ണ രാഷ്ട്രീയമുണ്ടല്ലോ, അതെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായും വിഷൻ 2047 രാജ്യത്തിൻ്റെ വികസനം, ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ന് ഈ രാജ്യത്തിനുണ്ട്. അതാണ് മോദി. എന്നെപ്പോലുള്ള BJP-കാർക്ക് അത് ഭാഗ്യമാവാം, പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് നിർഭാഗ്യമായിരിക്കാം. പക്ഷേ നരേന്ദ്രമോദി പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് എതിരാണ്. അദ്ദേഹം ആദ്യ ടേം മുതൽ ഓരോ വകുപ്പിനും ഓരോ ടാർഗറ്റ് നിശ്ചയിച്ചാണ് നൽകുന്നത്. 3 വർഷം കഴിയുമ്പോൾ എനിക്കത് വേണം, 5 വർഷം കഴിയുമ്പോൾ അവിടെ എത്തണം, 10 വർഷം കഴിയുമ്പോൾ ഇവിടെ എത്തണം. അങ്ങനെ ഓരോ രീതിയിൽ ഓരോ വകുപ്പിന് ടാർഗറ്റ് നൽകിയാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത്. അതുപോലെ പ്രവർത്തിക്കുന്ന വേറെ ഏത് രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് പരിചയമുണ്ട്? അതായത് ഞാൻ പറയുന്നത്, രാജ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വളരെ വലിയ വികസനത്തിലേക്ക് പോകണമെങ്കിൽ രാഷ്ട്രീയം തന്നെ മാറണം. ഇപ്പോൾ ഗൂഗിൾ എന്ന കമ്പനിയാണ് 1ാം സ്ഥാനത്തെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഗൂഗിളിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? ആരായിരിക്കും ആ സ്ഥാനം കൈയടക്കേണ്ടി വരിക? ഓരോ രാജ്യത്തെയും ഡെമോഗ്രാഫി മനസ്സിലാക്കാൻ, ഓരോ രാജ്യത്തിൻ്റെയും അവസ്ഥകൾ മനസ്സിലാക്കാൻ, ജിയോ പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ 10 വർഷം കഴിഞ്ഞ് ഓരോ രാജ്യത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും, അവിടെ ഏത് തൊഴിലിനായിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളത്, ഇതെല്ലാം മനസ്സിലാക്കാൻ ശേഷിയുള്ള, ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള, ദീർഘവീക്ഷണമുള്ള ആളുകൾ വേണം രാഷ്ട്രീയത്തിൽ. അത്തരം ആളുകൾ ഇപ്പോൾ ഇല്ലെങ്കിൽ അത്തരം ആളുകളെ നമുക്ക് കണ്ടെത്തണം, ഉണ്ടാക്കണം. 2047 ലോകത്ത് 1ാമത്തെ സാമ്പത്തിക ശക്തി ആവണമെങ്കിൽ, തുടർച്ചയായി 25 വർഷം 13.5% ആഭ്യന്തര വളർച്ച ഭാരതത്തിനുണ്ടാകണമെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾ മുഴുവൻ പൊളിച്ചെഴുതണം. ജാതി, മതം, പൊളിറ്റിക്സ്, സംസ്ഥാനങ്ങൾ തമ്മിൽ വിഘടനവാദം, ഇതെല്ലാം മാറി എല്ലാ സംസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കണം. ഏറ്റവും ആദ്യം 1 ട്രില്യൺ എക്കണോമി ആർക്കാണ് നേടാൻ കഴിയുന്നതെന്ന് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് വരണം. നരേന്ദ്രമോദിയെപ്പോലെ എല്ലാ സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാരും എല്ലാ പാർട്ടി നേതാക്കന്മാരും ചിന്തിക്കുന്ന ഒരു കാലത്തെ നമുക്ക് ഈ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വേഗതയൊന്നും പോരാ നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ നമുക്ക് 41 വന്ദേ ഭാരത് ഉണ്ട്. നമുക്ക് 500 വന്ദേ ഭാരത് വേണം. നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2026 വരാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കതുപോലെ 15 വേണം. നരേന്ദ്രമോദി വരുമ്പോൾ വെറും 70 എയർപോർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 149 എയർപോർട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറഞ്ഞത് 300 എയർപോർട്ട് വേണം ഈ നാടിന്. നമുക്ക് ചരക്ക് നീക്കത്തിന് പ്രത്യേക റോഡുകൾ വേണം.
ചരക്ക് നീക്കത്തിന് നമുക്ക് ജലഗതാഗത സംവിധാനം ഉപയോഗിക്കാൻ കഴിയണം. വളരെ ഫാസ്റ്റായി നമ്മുടെ നാട്ടിൽ റോഡ് വികസനങ്ങൾ സംഭവിക്കണം. അതിനാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും, എന്തിനാണ് ഇത്രയും ഹറി? നമുക്ക് 2047 തന്നെ ഒന്നാം സ്ഥാനത്ത് എത്തണമെന്ന് എന്തിനാണ് ഇത്ര ആഗ്രഹിക്കുന്നത്? നമുക്ക് പതിയെ വളർന്നാൽ പോരെ? അരേ ബാബ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 2047 നമ്മൾ പരമാവധി വർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോൾ ലോകം അതിനേക്കാൾ ഒരുപാട് മുമ്പിൽ പോയി കഴിയും. നമ്മൾ ഔട്ട്ഡേറ്റഡായി പോകും. നമ്മളെ തോൽപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ നൈജീരിയ പോലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയ ഇപ്പോൾ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ഒരു മൂന്നാം ലോക രാജ്യമല്ല, അവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നൈജീരിയയിൽ പോലും സ്ഥിരതയുള്ള ഗവൺമെൻറ് വരുന്നു, പുതിയ സ്കൂളുകൾ വരുന്നു, കോളേജുകൾ വരുന്നു, കുട്ടികൾ പഠിക്കുന്നു, അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് 142 കോടി ജനസംഖ്യയുള്ള രാജ്യം നമുക്ക് പതിയെ വളരാം, നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്തിനാണ് ഇത്രയും ധൃതി എന്നൊക്കെ ചോദിക്കുന്നത്. 142 കോടി മാനവവിഭവശേഷി ഉണ്ടായിട്ട് പോലും നമുക്ക് വേണ്ട രീതിയിൽ വളരാൻ കഴിയുന്നില്ല. ഒരേ സമയം ജനസംഖ്യ നമ്മുടെ കരുത്തും നമ്മുടെ ദൗർബല്യവുമാണ്. അതായത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് പോലെ നമ്മൾ 142 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ്, നമ്മുടെ സമയം വരും, നമ്മളെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല, നമ്മൾ തനിയെ വളരും, നമ്മൾ അവിടെ എത്തും, അങ്ങനെ പറഞ്ഞിരിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മോടൊപ്പം ഓടുന്ന, നമുക്ക് പിന്നാലെ ഓടുന്ന, നമുക്ക് മുന്നേ ഓടുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇവരെയൊക്കെ തോൽപ്പിച്ച് മുന്നിലെത്താൻ നമ്മൾ അവരെക്കാളൊക്കെ വേഗത്തിൽ സഞ്ചരിക്കേണ്ടതുണ്ട്, അവരെക്കാളൊക്കെ വേഗത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയക്കാർ കൂടുതൽ സ്മാർട്ടായേ മതിയാകൂ. നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ഇപ്പോഴുണ്ട്, അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നരേന്ദ്രമോദിക്ക് ശേഷവും അതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ വേണം രാഷ്ട്രീയത്തിൽ. ഇവിടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഓക്കെ, 23.4 കോടി ആളുകൾ അവിടെ ജീവിക്കുന്നു. 2017 വരെ ഉത്തർപ്രദേശ് ഉറങ്ങുകയായിരുന്നു. വെറും ഒരു വ്യക്തി യോഗി ആദിത്യനാഥ് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറി. ഇന്ന് ഉത്തർപ്രദേശിന് എത്ര വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഈ നാട്ടിലെ ലോ ആൻഡ് ഓർഡർ സംവിധാനം പൂർണ്ണമായും ഞാൻ നിയന്ത്രിക്കും. ഏതൊരു വ്യക്തിക്കും ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ സുരക്ഷിതത്വം ഞാൻ ഒരുക്കും. ഒരു ഗുണ്ടകളും ദാദാഗിരി കാണിക്കില്ല, നിങ്ങളിൽ നിന്ന് പണം പിരിക്കില്ല, നിങ്ങളുടെ വസ്തു പിടിച്ചെടുക്കില്ല. ഒരു തരത്തിലുള്ള ജാതി രാഷ്ട്രീയവും അനുവദിക്കില്ല, കഴിവുള്ളവർക്ക് മാത്രം മുൻഗണന. ഈ രീതിയിൽ ഒരാൾ തീരുമാനിച്ചപ്പോൾ ആ നാടിന് എത്ര വലിയ മാറ്റമാണ് ഉണ്ടായത്. വെറും ഒരാൾ വിചാരിച്ചാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് യോഗി ആദിത്യനാഥ്. 2017 യോഗി ആദിത്യനാഥ് ഭരിക്കാനെത്തുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ സ്ഥാനം 10ാം സ്ഥാനത്തായിരുന്നു. ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ GDP സംഭാവന ചെയ്യുന്ന 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് എത്തി. കേവലം ഒരാളുടെ മാത്രം മികവാണത്. വലിയ വലിയ എക്സ്പ്രസ് ഹൈവേകൾ, എയർപോർട്ടുകൾ, ആയുധ നിർമ്മാണശാലകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, വളരെ വേഗതയിലാണ് ഉത്തർപ്രദേശിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. ഏറ്റവും പ്രധാനം അയോധ്യ ക്ഷേത്രം. ഒരു പഠനം പറയുന്നത് ഏതാണ്ട് 5 കോടിയിലധികം ആളുകളാണ് അയോധ്യ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി മാത്രം അടുത്ത വർഷം വരാൻ പോകുന്നത്. മുസ്ലിം മതവിശ്വാസികളുടെ ഏറ്റവും പ്രാധാന്യമേറിയ സ്ഥലമായ മക്കയിൽ ഒരു വർഷം എത്ര പേരാണ് പോകുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഹജ്ജിന് വെറും 2 കോടി ആളുകളാണ് ഒരു വർഷം അവിടെ പോകുന്നത്. അല്ലെങ്കിൽ 2.5 കോടി തന്നെ കൂട്ടിക്കോളൂ. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ഏറ്റവും പുണ്യസ്ഥലമായ വത്തിക്കാൻ സിറ്റിയിൽ ഒരു വർഷം അവിടെ സന്ദർശിക്കാൻ എത്തുന്നത് ഏതാണ്ട് 80 ലക്ഷം ആളുകൾ മാത്രമാണ്. വെറും 2 അല്ലെങ്കിൽ 2.5 കോടി സന്ദർശകർ ഓരോ വർഷവും വരുന്ന മക്കയിൽ നിന്ന് സൗദി നേടുന്ന വരുമാനം എത്രയാണെന്ന് അറിയുമോ? $2.5 ബില്യൺ. വത്തിക്കാൻ സിറ്റിയിൽ 80 ലക്ഷം ആളുകളാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് ആ രാജ്യം നേടുന്നത് $300 മില്യൺ. എന്തിന്? തിരുപ്പതിയിൽ മാത്രം ഒരു വർഷം ലഭിക്കുന്ന വരുമാനം 1200 കോടി രൂപയാണ്. അപ്പോൾ ഒരു വർഷം 5 കോടിയിലധികം ആളുകൾ വരാൻ പോകുന്ന അയോധ്യയിൽ നിന്ന് UP കിട്ടാൻ പോകുന്നത് 4 ലക്ഷം കോടി രൂപയാണെന്നത് സത്യമായ കാര്യം തന്നെയല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 2031 വലിയ അയോധ്യ സിറ്റി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി UP സർക്കാർ ചെലവഴിക്കുന്നത് 81,000 കോടി രൂപയാണ്. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു വർഷം കൊണ്ട് 4 ലക്ഷം കോടി രൂപ ഉത്തർപ്രദേശിൽ ജനറേറ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്ന അതേ റിപ്പോർട്ടിൽ പറയുന്നു. ടാക്സായി അവർക്ക് ലഭിക്കാൻ പോകുന്നത് 25,000 കോടി രൂപയാണ് ഒരു വർഷം മാത്രം. 4 ലക്ഷം കോടി എന്ന് പറയുന്നത് സംസ്ഥാനത്തിനാകെ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ട്രെയിൻ ടിക്കറ്റിന് ചിലവാക്കുന്നത്, ഓട്ടോറിക്ഷയ്ക്ക് ചിലവാക്കുന്നത്, ബസ്സിന് ചിലവാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനെയാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 4 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് ഉത്തർപ്രദേശിൽ മാത്രം ഒരു വർഷം നടക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് നികുതിയായി മാത്രം 25,000 കോടി രൂപ ഓരോ വർഷവും UP സർക്കാരിന് ലഭിക്കുന്നു. കേവലം അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തമിഴ്നാടിൻ്റെ ബജറ്റ് തന്നെ ആകെ 3 ലക്ഷം കോടിയേ ഉള്ളൂ. കേരളത്തിൻ്റേത് വെറും 1 ലക്ഷം കോടിയാണ് ബജറ്റ് തന്നെ. ഇപ്പോഴും സൗത്ത് ഇന്ത്യയിലുള്ളവർ ഉത്തരേന്ത്യക്കാരെ ബീമാരു സ്റ്റേറ്റ് എന്ന് വിളിച്ച് കളിയാക്കുകയാണ്. അവർ വളരെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. UP പോലെ എല്ലാ സംസ്ഥാനവും ചിന്തിച്ചാൽ, യോഗി ആദിത്യനാഥിനെ പോലെ മുഖ്യമന്ത്രി എല്ലാ സംസ്ഥാനത്തിനും ഉണ്ടായാൽ, അതാണ് ഞാൻ പറയുന്നത്.
13.5% ആഭ്യന്തര വളർച്ച ഭാരതത്തിന്. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഉണ്ടായാൽ നേടാൻ കഴിയും. വിദ്യാഭ്യാസ നിലവാരത്തിലും തൊഴിൽ നിലവാരത്തിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നൊരു വേഗതയുണ്ടല്ലോ, ആ വേഗതയിൽ 7 വർഷം, വെറും 7 വർഷം ഉത്തർപ്രദേശ് സഞ്ചരിച്ചാൽ തമിഴ്നാടും കർണാടകയും തെലുങ്കാനയും പുതുച്ചേരിയും കേരളവും എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും കൂടി ചേർന്ന് സംഭാവന ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉത്തർപ്രദേശിന് ഒറ്റയ്ക്ക് സംഭാവന ചെയ്യാൻ കഴിയും. ആ രീതിയിലുള്ള വളർച്ചയാണ് യു പിയിൽ സംഭവിക്കുന്നത്. ഞാൻ തീർച്ചയായിട്ടും അഭിമാനിയായ ഒരു തമിഴൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഞാൻ ഭാരതീയനാണെന്നതിൽ അഭിമാനിക്കുന്നു. ഭാരതീയനാണെന്നതിൽ എല്ലാവർക്കും അഭിമാനമുണ്ടാകണം. ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലെയും കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നത് നമ്മൾ ഭാരതീയരായതുകൊണ്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 6.6 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തമിഴ്നാടിന് നേടിയെടുക്കാനായി. വളരെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എനിക്കതിനെക്കുറിച്ചും അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ആയിക്കോട്ടെ, 6.6 ലക്ഷം കോടി രൂപ തമിഴ്നാട്ടിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും മിണ്ടിയില്ല. പത്രക്കാരൊക്കെ DMK മന്ത്രിമാരോട് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ദ്രവീഡിയൻ മോഡലിൻ്റെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞു. ഇത് വളരെ വലിയ നേട്ടമാണെന്ന് അവർ പറഞ്ഞു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ അതിനുശേഷം 3 DMK മന്ത്രിമാർ ഒരുമിച്ച് വന്ന് പത്രക്കാരെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ മാത്രം മികവാണ്. അതുമാത്രമല്ല, നമ്മുടെ ദ്രവീഡിയൻ മോഡൽ ഈ രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനത്തെക്കാട്ടിലും ഉയർന്നതാണ്, അവരെക്കാട്ടിലൊക്കെ മികച്ചതാണെന്നതിൻ്റെ തെളിവാണ് ഇത്രയും നിക്ഷേപം ഇവിടേക്ക് വന്നത് എന്നവർ പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് മറുപടി പറയണമായിരുന്നു. പിറ്റേ ദിവസം ഞാൻ പത്രസമ്മേളനം വിളിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ സംസ്ഥാനം 6.6 ലക്ഷം കോടി രൂപ നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ചത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്, വളരെ വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കറിയുമോ, കഴിഞ്ഞ വർഷം ഉത്തർപ്രദേശ് എത്ര രൂപ ഈ രീതിയിൽ സമാഹരിച്ചു എന്ന്? അതായിരുന്നു എൻ്റെ ചോദ്യം. അവർ പറഞ്ഞു, ഉറപ്പായും തമിഴ്നാടിനേക്കാൾ കുറവായിരിക്കും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം മാത്രം ഉത്തർപ്രദേശിന് കിട്ടിയത് 33 ലക്ഷം കോടി രൂപയാണ്. 33 ലക്ഷം കോടി രൂപ. അവർ വിശ്വസിച്ചില്ല. ഞാൻ കണക്കുകൾ സഹിതം തെളിവുകൾ സഹിതം നിരത്തി അവർക്ക് കൊടുത്തു. ഞാൻ ചോദിച്ചു, ഉത്തർപ്രദേശിലെ ഏറ്റവും പുരോഗമനമില്ലാത്ത സ്ഥലം ഏതാണ്? അവർ സംശയലേശമന്യേ പറഞ്ഞു, ബുന്ദേൽഖണ്ഡ്. ശരിയാണ്, ബുന്ദേൽഖണ്ഡാണ് കാലങ്ങളായി യു പിയിൽ പിന്നോക്കാവസ്ഥയിലുള്ള സ്ഥലം. ഞാൻ കണക്ക് സഹിതം തെളിവ് സഹിതം പറഞ്ഞു, ബുന്ദേൽഖണ്ഡിന് മാത്രം 10 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം നിക്ഷേപം ആകർഷിക്കാനായത്. തമിഴ്നാട്ടിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നതിൻ്റെ 3 ദിവസം കഴിഞ്ഞിട്ട് ഗുജറാത്തിൽ ഇതേ പരിപാടി നടന്നു. നമ്മുടേത് ജനുവരി 5, 6, 7 ആയിരുന്നെങ്കിൽ ഗുജറാത്തിൽ ജനുവരി 10, 11, 12 ദിവസങ്ങളിൽ. നിങ്ങൾക്കറിയുമോ ഗുജറാത്തിന് എത്ര രൂപയാണ് ഈ നിക്ഷേപ സംഗമത്തിൽ ലഭിച്ചതെന്ന്? 26 ലക്ഷം കോടി രൂപ. 26 ലക്ഷം കോടി രൂപ. മാനുഫാക്ചറിംഗ് രംഗത്ത്, സെമി കണ്ടക്ടർ മേഖലയിൽ, ഇലക്ട്രോണിക്സ് രംഗത്ത്, IT രംഗത്ത് ഗുജറാത്തിന് കിട്ടിയ നിക്ഷേപം എന്ന് പറയുന്നത് 26 ലക്ഷം കോടി രൂപയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലുള്ള കുട്ടികൾ, യുവാക്കൾ ഇത്തരം മാധ്യമങ്ങളുടെ, ഈ രാഷ്ട്രീയക്കാരുടെ തന്ത്രങ്ങളിലും വാർത്തകളിലും വീണു പോകരുത്. നിങ്ങൾ ബയാസ്ഡ് ആകരുത്. നിങ്ങൾക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വിലയിരുത്തി സ്വന്തം ബുദ്ധിയും തലച്ചോറും ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് തീരുമാനമെടുക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ പാവകളായി മാറരുത്. നമ്മുടെ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തെയും ആളുകൾക്ക് കഠിനാധ്വാനം ചെയ്താൽ വിജയം നേടാൻ കഴിയും. ഇവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ കേമന്മാരോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ളവർ മിടുക്കില്ലാത്തവരോ അല്ല. ഒരുപക്ഷെ അവരിലേക്ക് വേണ്ട വിധം സൗകര്യങ്ങൾ എത്തുന്നതിൽ കാലതാമസം എടുത്തിട്ടുണ്ടാവാം. അവസരം കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, 2017 മുമ്പ് ഉത്തർപ്രദേശിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നോ അതിൻ്റെ 3 ഇരട്ടിയാണ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് യോഗി ആദിത്യനാഥ് യു പിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2017 മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാ കാര്യത്തിലും 3 മടങ്ങ്, 4 മടങ്ങ്, 5 മടങ്ങ് നേട്ടങ്ങളാണ് അദ്ദേഹം കൈവരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രിയുടെ കീഴിൽ ഇന്ന് ഈ രാജ്യം വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ സംസ്ഥാനങ്ങളും തമ്മിൽ മത്സരിക്കുകയാണ്. ആരാണ് മുമ്പിൽ എന്ന രീതിയിൽ മത്സരിക്കുകയാണ്. ഏറ്റവും ആദ്യം 1 ട്രില്യൺ എക്കണോമി നേടാൻ കഴിയുന്നത് ഏത് സംസ്ഥാനത്തിലാണെന്ന രീതിയിൽ മത്സരിക്കുകയാണ് അവർ. അപ്പോഴും നമ്മൾ പഴയ കാലത്തെ കേമത്തം പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ മാറേണ്ടത്. ഇപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയുടെ ആകെ GDPയിലെ 50% സംഭാവന ചെയ്യുന്നത് വെറും 5 സംസ്ഥാനങ്ങൾ മാത്രമാണ്. ബാക്കി 23 സംസ്ഥാനങ്ങൾ കൂടി ആ രീതിയിൽ വളർന്നാൽ, അതിനുള്ള സാഹചര്യം ഉണ്ടായാൽ, ആ രീതിയിലുള്ള മത്സരബുദ്ധി ആ സംസ്ഥാനങ്ങൾ കാണിച്ചാൽ ഇന്ത്യ എവിടെ ചെന്ന് നിൽക്കും? തീർച്ചയായും 2047 1-ാം സ്ഥാനത്ത് ചെന്ന് നിൽക്കും. ഹരിയാനയിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്, അല്ലെങ്കിൽ കേരളത്തിൽ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഇത്രയും ജനസംഖ്യ കുറവുള്ള ഞങ്ങൾക്ക് എങ്ങനെയാണ് മഹാരാഷ്ട്രയോടും UPയോട് മത്സരിക്കാൻ കഴിയുക എന്നവർക്ക് ചോദിക്കാം. ന്യായമാണ്. പക്ഷേ എനിക്കൊരു ചോദ്യം തിരിച്ചു ചോദിക്കാനുണ്ട്. സിംഗപ്പൂർ, ഹോങ്കോങ്, ന്യൂയോർക്ക് സിറ്റി, ഷാങ്ഹായ്
ഈ ചെറിയ ചെറിയ നഗരങ്ങൾ, വളരെയധികം ജനസംഖ്യ കുറവുള്ള ഈ നഗരങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങളായി മാറിയത്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച നഗരങ്ങളായി മാറിയത്? ആ നഗരത്തിൻ്റെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു സദ്ഭരണം അവിടെ ഉണ്ടായാൽ ആ നാടിന് വേണ്ട രീതിയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. ഹരിയാനയ്ക്ക് IT ആണെങ്കിൽ, ഉത്തർപ്രദേശിന് കാർഷിക മേഖലയാണെങ്കിൽ, കേരളത്തിന് ടൂറിസം ആയിരിക്കാം, തമിഴ്നാടിന് ഇൻഡസ്ട്രി ആയിരിക്കാം. അതായത് ഏതൊരു സംസ്ഥാനത്തിൻ്റെയും മികവ് എന്തിലാണെന്ന് മനസ്സിലാക്കി അതിന് കൂടുതൽ പ്രാധാന്യം നൽകി രാഷ്ട്രീയം കുറച്ച് സദ്ഭരണം കൂടുതൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിന് വളരെ വലിയ ഉയരത്തിലെത്താൻ കഴിയും. ആ രീതിയിലേക്ക് പൊളിറ്റിക്സ് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്കും രാജ്യത്തിനും വേണ്ടി ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ഒരു ലീഡർഷിപ്പിനെയാണ് നമുക്ക് ആവശ്യം. കേരള മോഡലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ദ്രവിഡി മോഡലിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, UP മോഡലിലും വിശ്വസിക്കുന്നില്ല, ഗുജറാത്ത് മോഡലിലും വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഒരേ ഒരു മോഡലാണ്, അത് ഗ്രോത്ത് മോഡലാണ്. ഗ്രോത്തിന് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കുക, നല്ല ചിന്താഗതി ഉണ്ടാകുക, നല്ല തലമുറയെ വാർത്തെടുക്കുക. ഗുഡ് ഗവേണൻസ് മാത്രമാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതം. അതുമാത്രമാണ് വേണ്ടത്.